ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോഴിക്കാവ് കുന്നിൽ നിന്നും മണ്ണെടുത്ത് കുന്നിനെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്ന് മണ്ണെടുപ്പ് വിരുദ്ധ ജനകീയ സമിതി. മാർക്സിസ്റ്റ് പാർട്ടി ഭീകരവാദ സംഘടനയാണെന്ന് ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകത്തിലൂടെ തെളിയിച്ചുവെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ഒരാൾ സമൂഹത്തിൽ തന്നെ അടയാളപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് കവിത എന്ന് എഴുത്തുകാരൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. രാജ്യത്തെ എല്ലാ തൊഴിൽ നിയമങ്ങളും കുത്തക മുതലാളിമാർക്കു വേണ്ടി മാറ്റിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് SDTU നേതാവ് ഗ്രൂവ് വാസു. ജൽജീവൻ പദ്ധതി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പദ്ധതിയായി മാറിയെന്ന് മുൻ MLA പാറക്കൽ അബ്ദുള്ള. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പോഴിക്കാവ് കുന്നിൽ നിന്നും മണ്ണെടുത്ത് കുന്നിനെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്ന് മണ്ണെടുപ്പ് വിരുദ്ധ ജനകീയ സമിതി. മണ്ണെടുപ്പ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് പ്രതിഷേധ റാലി നടത്തി. ജാതിപ്പേര് വിളിച്ചെന്ന് കള്ളക്കേസ് കൊടുത്തവരെ കാലം നിങ്ങൾക്ക് കണ്ണങ്ങര പോഴിക്കാവ് കുന്നിലെ മണ്ണെടുപ്പ് അവസാനിപ്പിക്കുക, കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് പോഴിക്കാവ് കുന്ന് മണ്ണെടുപ്പ് വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. പോഴിക്കാവ് ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് കണ്ണങ്ങണ്ടിമീത്തൽ, പുളിയക്കുന്ന് മേൽത്താഴം, പൊറത്തുതാഴം എന്നിവിടങ്ങളിലൂടെ മണ്ണെടുക്കുന്ന സ്ഥലത്ത് റാലി സമാപിച്ചു. ജനകീയ കൂട്ടായ്മയുടെ ചെയർമാൻ P സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. P പ്രദീപ് കുമാർ, കൺവീനർ AK മനോഹരൻ, V ജിതേന്ദ്രനാഥ്, K ഷിജുലാൽ, P സുധീർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏതുവിധേനയും മണ്ണെടുക്കൽ പ്രതിരോധിച്ച് മലയ്ക്ക് സംരക്ഷണം നൽകുമെന്ന് യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. സമാപന യോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വേദന ഇന്നേവരെ ചലഞ്ച് ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ വേദനയിൽ ഞങ്ങളും പങ്കാളികളാണ് എന്ന് കൂടി ഞാൻ അറിയിക്കുന്നു. എന്തായിരുന്നാലും നമുക്കൊന്നിക്കാം, നമുക്ക് ഒത്തൊരുമിക്കാം, നമുക്ക് കൂട്ടായി തന്നെ ഇതിനെ ചെറുക്കാം എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് പോലീസുകാരെ പേടിയില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാർക്സിസ്റ്റ് പാർട്ടി ഭീകരവാദ സംഘടനയാണെന്ന് ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകത്തിലൂടെ തെളിയിച്ചുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവമോർച്ച ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിന അനുസ്മരണ സമ്മേളനം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നേരിന്റെ പക്ഷത്ത് നിന്ന് CPMന്റെ നിറകേടുകൾക്കെതിരെ പോരാടി എന്നതാണ് ജയകൃഷ്ണൻ ചെയ്ത തെറ്റെന്നും കൊലപാതകത്തിലൂടെ BJPയെ വേരറക്കാമെന്ന CPMന്റെ മോഹം പൊളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ വളർച്ചയും CPMന്റെ തളർച്ചയും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠന വിധേയമാക്കണം. കണ്ണൂരിലെ കശാപ്പ് രാഷ്ട്രീയം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്നായിരുന്നു CPM അവകാശപ്പെട്ടത്. എന്നാൽ കരുനാഗപ്പള്ളി രാഷ്ട്രീയമാണ് ഇന്നത്തെ CPMനെ പ്രതിനിധീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ അധ്യക്ഷനായിരുന്നു.
സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വി രാജൻ, പി രഘുനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം മോഹനൻ, ഇ പ്രശാന്ത് കുമാർ, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളും അതുപോലെ സംസ്ഥാന ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരാൾ സമൂഹത്തിൽ തന്നെ അടയാളപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് കവിത എന്ന് എഴുത്തുകാരൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് സംഗീത് മോൻസിയുടെ മാറ്റർ ഓഫ് ടൈം എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാൾ സ്വയം സമൂഹത്തിൽ അടയാളപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് പുതിയ കവിതകളെന്ന് എഴുത്തുകാരൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് സംഗീത് മോൻസിയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ മാറ്റർ ഓഫ് ടൈം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥായിയായ ദുഃഖമാണ് പല കവിതകളുടെയും അന്തർധാര. ഭംഗിയുള്ള വായനാനുഭവമല്ല പലപ്പോഴും സംഗീതിന്റെ കവിതകൾ നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തൊക്കെ സംഗീതം എഴുതാനായിട്ട് ശ്രമിച്ചാലും ഇതിൻ്റെ അടിത്തട്ടിൽ ഇതിൻ്റെ സ്ഥായിയായ ദുഃഖമുണ്ട്. പിന്നെ ആ ചെറുപ്പക്കാരൻ അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി മീതെ കടക്കാൻ ശ്രമിക്കുക. ഒരു ചൈതന്യം അയാളെ പിന്തുടരുന്നതായിട്ടൊരു അയാൾക്കൊരു ചെറിയ തോന്നലൊക്കെ ഉണ്ടാകും. ചടങ്ങിൽ ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോൺ മണ്ണാറത്തറ അധ്യക്ഷത വഹിച്ചു. ഷബിത, സഞ്ജയ്, MV നികേഷ് കുമാർ, ഡോക്ടർ ശ്യാം സുധാകർ, KB പ്രസന്നകുമാർ, ഫാദർ റോജി K, സെബാസ്റ്റ്യൻ, സംഗീത് മോൻസി എന്നിവർ സംസാരിച്ചു. ആൻസി ജോർജ് സ്വാഗതവും അലീന മരിയ മോൻസി നന്ദിയും പറഞ്ഞു. ആതിര കൃഷ്ണൻ പ്രാർത്ഥന നടത്തി. ഐൻ SA കവിത ചൊല്ലി. ശ്യാം ബാബി സുരേഷ് നൃത്തം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യത്തെ എല്ലാ തൊഴിൽ നിയമങ്ങളും കുത്തക മുതലാളിമാർക്കു വേണ്ടി മാറ്റിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് SDTU നേതാവ് ഗ്രോവ് വാസു ഡിസംബർ 17 നടക്കുന്ന രാജ്ഭവൻ മാർച്ചിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ 4 കോഡുകളിലൂടെ അവര് ഇതിനെ നിയമങ്ങളെ മുഴുവൻ അട്ടിമറിക്കുകയാണ്. മുതലാളിമാർക്ക് അനുകൂലമാക്കി ഈ തൊഴിൽ നിയമങ്ങളെ മുഴുവൻ അവർ മാറ്റിമറിച്ചിരിക്കുകയാണ്. അധ്വാന വർഗത്തിനെതിരെയും അധസ്ഥിത വർഗങ്ങൾക്കെതിരെയും കഴിഞ്ഞ 10 വർഷക്കാലമായി BJP കേന്ദ്ര ഭരണകൂടവും കൂട്ടാളികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കടുത്ത കവർച്ചയാണെന്ന് ആരോപിച്ച് ഡിസംബർ 17 രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് SDTU നേതാക്കൾ അറിയിച്ചു. രാജ്ഭവൻ മാർച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫാറൂഖ് തമിഴ്നാട് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ SDTU സംസ്ഥാന പ്രസിഡന്റ് A വാസു, സംസ്ഥാന സെക്രട്ടറി സലീം കാരാടി, ട്രഷറർ അഡ്വക്കേറ്റ് AA റഹീം, ഹുസൈൻ മണക്കടവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജൽജീവൻ പദ്ധതി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പദ്ധതിയായി മാറിയിരിക്കുകയാണെന്ന് മുൻ MLA പാറക്കൽ അബ്ദുള്ള മടവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച റോഡ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൽജീവൻ മിഷനു വേണ്ടി ഇരുഭാഗങ്ങളും കിടങ്ങുകീറി അപകടാവസ്ഥയിലായ പൈമ്പാലശ്ശേരി പുല്ലാളൂർ റോഡ് റീടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മടവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി
ഏതാണ്ട് 1.5 വർഷമായി ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം റാഫി ചെരച്ചോറ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KKA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. മുനീർ പുതുക്കുടി, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി MP ഷാജഹാൻ, മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ KP മുഹമ്മദൻസ്, മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് OK ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉപരോധം നടത്തിയവരെ ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നവാസില്ലത്ത്, അനീസ് മടവൂർ, MP ജംഷീർ, മുനീർ AC, റനീഷ് SK എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ഭിന്നശേഷി ദിനത്തിൽ കരിദിനാചരണവും കളക്ടറേറ്റ് ധർണയും നടത്തുമെന്ന് ഭിന്നശേഷി കൂട്ടായ്മ. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ തട്ടിയെടുത്തവരെ സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മലബാർ മേഖലയിലെ ചില ജില്ലകളിൽ പഞ്ചായത്തിലൊക്കെ 3.5 കൊല്ലമായിട്ടുണ്ട്. തെക്കൻ മേഖലയിലൊക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ട് നേടിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്ര 26 മാസം മുതൽ മുണ്ടികുളം പഞ്ചായത്തിൽ 36 മാസമായി ഇന്നലെ പറഞ്ഞു ഷക്കീന നടന്നില്ല അമ്മ പറഞ്ഞു. ഇപ്പം വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് മലമൂത്ര വിസർജനം കിടക്കപ്പായി നടത്തുന്ന ആളുകളാണ് 5-6 തവണ വസ്ത്രങ്ങൾ മാറി ഒരു ദിവസം. വളരെ വേദനാജനകമായിട്ടാണ്. മറ്റൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ KSRTC പാസ് ലഭിക്കണമെങ്കിൽ 50% വൈകല്യം വേണം. വാർഷിക വരുമാനം 20,000 രൂപയായിരിക്കണം. ഒരു വില്ലേജ് ഓഫീസിന് ലഭിക്കില്ല. ഭിന്നശേഷിക്കാരുടെ ജോലിക്കാര്യത്തിൽ സർക്കാർ അലംഭാവം അവസാനിപ്പിക്കുക, ഭിന്നശേഷിക്കാരായ ആളുകളെ എല്ലാ പഞ്ചായത്തുകളിലെയും ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുക, ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3 കളക്ടറേറ്റിന് മുന്നിൽ കരിദിനാചരണവും ധർണയും നടത്തുമെന്ന് ഭിന്നശേഷി കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. അതിന് ശുചീകരണ തൊഴിലാളികൾ പല പേരിട്ടിട്ട് നിറവ് കനുവ് എന്നൊക്കെ പേരിട്ടിട്ട് ഈ വേസ്റ്റ് ശേഖരിക്കുന്ന ആളുകളെ നിയമിക്കുന്നതും സർക്കാരിന്റെ അല്ലെങ്കിൽ പാർട്ടിയായി ബന്ധപ്പെട്ട ആളുകളാണ്, ഭരിക്കുന്ന പാർട്ടി. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ബാലൻ കാട്ടുങ്ങൽ, ട്രഷറർ മുഹമ്മദ് മടവൂർ, കൺവീനർ മജീദ് പുന്നൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളവർമ്മ പഴശ്ശിരാജ സ്മൃതി സംഗമവും അനുസ്മരണ സമ്മേളനവും അളകാപുരിയിൽ നടന്നു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴശ്ശിരാജ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളവർമ്മ പഴശ്ശിരാജയുടെ 219 വീരാഹുതി ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് അളകാപുരിയിൽ സ്മൃതി സംഗമവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യ സമര ചരിത്ര പഠനത്തിൽ പഴശ്ശിരാജയ്ക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നതായി കാണുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എഴുത്തുകാരനും വയലാർ അവാർഡ് ജേതാവുമായ UK കുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ PP പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഴശ്ശി കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രതിനിധി പഴശ്ശി രവിവർമ്മ രാജ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ വെച്ച് തച്ചിലോട്ട് നാരായണൻ രചിച്ച കുറിച്യരും കുറുമരും എന്ന പുസ്തകം പഴശ്ശി രവിവർമ്മ രാജ UK കുമാരന് നൽകി പ്രകാശനം ചെയ്തു. ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് ആമുഖ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് PK ശ്രീകുമാർ, ഇമ്പിച്ചി അഹമ്മദ്, R ജയന്തകുമാർ, തറുവായി ഹാജി, KM ബാലകൃഷ്ണൻ, KK രവീന്ദ്രൻ, പൽപ്പു ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ PC അശോകൻ തുടങ്ങിയവർ അനുസ്മരിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബ്രണ്ണനൈറ്റ്സ് കാലിക്കറ്റ് ചാപ്റ്റർ സുവനീർ പുറത്തിറക്കി. മേയർ ബീന ഫിലിപ്പ് പ്രകാശനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് KE ഗോപിനാഥ് ഏറ്റുവാങ്ങി. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ പഠിച്ച് കോഴിക്കോട്ട് സ്ഥിരതാമസമാക്കിയവരുടെ കൂട്ടായ്മയാണ് ബ്രണ്ണനൈറ്റ്സ് കാലിക്കറ്റ് ചാപ്റ്റർ. കോഴിക്കോട്ടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. കഴിഞ്ഞ ഏതാനും വർഷത്തെ പ്രവർത്തനങ്ങളുടെയും അംഗങ്ങളുടെ സർഗചേതനകളുടെയും സംക്ഷിപ്തം സമാഹരിച്ചുകൊണ്ട് സോവനീർ പ്രസിദ്ധീകരിക്കുകയാണ് സംഘടന. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സോവനീർ പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് KE ഗോപിനാഥ് ഏറ്റുവാങ്ങി. നമ്മുടെ കൂടെയുള്ളവരെ കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ഉപദേശങ്ങളിലൂടെ, നമ്മുടെ കൊട്ടേഷനിലൂടെ, നമ്മുടെ ഉപമകളിലൂടെ ഒക്കെ
അവരറിയാതെ നമ്മളറിയാതെ മാറും എന്നത് വാസ്തവമാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പട്ടിണിയോ ദാരിദ്ര്യമോ ഒന്നുമല്ല. ഏറ്റവും വലിയ ഭയാനകമായ മനുഷ്യൻ ഭയക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ഏകാന്തതയാണെന്ന് പറയുന്നത്. ഒരു പിഞ്ചു കുഞ്ഞ് പോലും തൻ്റെ മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് കരയുന്നത് അവൻ ഏകാന്തതയെ ഭയന്നിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏകാന്തതയെ മുറിച്ചു കടക്കാനുള്ള മാർഗങ്ങളാണ് കൂട്ടുകൂടൽ എന്ന് പറയുന്നത്. സംഘടനാ പ്രസിഡന്റ് പ്രൊഫസർ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ മൊയ്തു, OC ഇന്ദിര, പ്രൊഫസർ പി പത്മനാഭൻ, പ്രൊഫസർ പി ജയേന്ദ്രൻ, പ്രൊഫസർ ഗോപൻ മെയ്ജി, MP ജലാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ CK മുഹമ്മദ് ഉമർ, സെക്രട്ടറി MK ശശീന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനാഞ്ചിറ അയ്യപ്പൻ വിളക്കുത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ മുതൽ തുടങ്ങിയ ചടങ്ങുകളിലും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിലും നിരവധി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും പങ്കെടുത്തു. ഇത്തവണ 62ാമത് വർഷമാണ് അയ്യപ്പൻ വിളക്ക് നടത്തിയത്. അയ്യപ്പസ്വാമിക്ക് ശരണം വിളിച്ച് കർപ്പൂര തീച്ചൂടിൽ പുണ്യം പകർന്ന് മാനാഞ്ചിറ അയ്യപ്പൻ വിളക്ക് ഉത്സവം ഭക്തിസാന്ദ്രമായി. അയ്യപ്പൻ വിളക്കിലും പാലക്കൊമ്പ് എഴുന്നള്ളത്തിലും പങ്കെടുക്കാൻ ഭക്തർ ഒഴുകിയെത്തി. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കലശം എഴുന്നള്ളത്തും നടന്നു. ഭദ്രകാളി ക്ഷേത്ര മാതൃസമിതിയുടെയും ഭക്തിഗാനസുതയും ശ്രീനാരായണ ഭജന സംഘം വനിതാ വിഭാഗത്തിന്റെ ലളിത സഹസ്രനാമ ജപവും ഉച്ചപൂജയ്ക്ക് ശേഷം ഭക്തിഗാനമേളയും അരങ്ങേറി. തിരൂർ തെക്കുമുറി രവിസ്വാമിയും വിജയനും സംഘവുമാണ് അയ്യപ്പൻ വിളക്കിന് കാർമ്മികത്വം വഹിച്ചത്. തളി ക്ഷേത്ര പരിസരത്ത് പൂജയ്ക്ക് ശേഷം പാലക്കൊമ്പ് എഴുന്നള്ളത്ത് തുടങ്ങി. തിടംപേറ്റിയ ഗജവീരന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളത്ത്. ബാലികമാരും വീട്ടമ്മമാരും അടങ്ങുന്ന ഭക്തർ താലപ്പൊലിയേന്തി. ഗുരുസ്വാമി വെള്ളയിൽ കടാക്കലത്ത് ബാലൻ സ്വാമി, പയ്യാനക്കൽ സുബ്രഹ്മണ്യ സ്വാമി എന്നിവർ ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിച്ചു. മീഞ്ചന്ത ബംഗ്ലാവ് പഞ്ചവാദ്യ സംഘമാണ് പഞ്ചവാദ്യം ഒരുക്കിയത്. പയ്യാനക്കൽ കുറ്റിയിൽ മണിസ്വാമിയാണ് കർപ്പൂരാഴിക്ക് കാർമ്മികത്വം വഹിച്ചത്. തുടർന്ന് അയ്യപ്പ പൂജയും അയ്യപ്പൻ പാട്ടും പൊലിപ്പാട്ടും നടന്നു. മുത്തുമാരിയമ്മൻ ക്ഷേത്ര പരിസരത്തു നിന്ന് പാൽക്കിണ്ടി എഴുന്നള്ളത്തും നടന്നു. പുലർച്ചെയോടെ തിരിയൊഴിച്ചിലും കനലാട്ടവും വെട്ടും തടവും ഗുരുതി തർപ്പണവും നടത്തിയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. അയ്യപ്പൻ വിളക്ക് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MP പ്രദീപ് കുമാർ, ജനറൽ സെക്രട്ടറി PS സജൻ, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ, R ജയന്ത്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാറാട് ജനമൈത്രി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മാറാട് ഇൻസ്പെക്ടർ ബെന്നി ലാലു നിർവഹിച്ചു. മാറാട് ജനമൈത്രി പോലീസ് റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റി, ലയൺസ് ക്ലബ്ബ് ഓഫ് കോഴിക്കോട് ഈസ്റ്റ്, മലബാർ ഹോസ്പിറ്റൽ എരഞ്ഞിപ്പാലം, ചന്ദ്രകാന്ത് ഐ ഹോസ്പിറ്റൽ തുടങ്ങിയവരുടെ സഹകരണത്തോടുകൂടി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ, സ്കിൻ, ഗൈനക്കോളജി, കണ്ണ് തുടങ്ങി 4 വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ പരിശോധനയും ഷുഗർ, പ്രഷർ, ECG, തൈറോയിഡ്, കാഴ്ച പരിശോധന എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായും നൽകി. മിതമായ നിരക്കിൽ കണ്ണടകളും നൽകി. ലയൺസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സൺ TG ബാലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രനും
ക്യാമ്പ് ഉദ്ഘാടനം മാറാട് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബെന്നി ലാലുവും നിർവഹിച്ചു. കൗൺസിലർമാരായ കൊല്ലരത്ത് സുരേഷ്, വാടിയിൽ നവാസ്, ബീറ്റ് ഓഫീസർമാരായ ശ്രീജിത്ത് KK, പ്രജീഷ് P, ലയൺസ് ക്ലബ് വൈസ് ഗവർണർ രവിഗുപ്ത, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഷിനിൽ NB സ്വാഗതവും സെക്രട്ടറി ഷഫീഖ് അരക്കിണർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 34ാമത് ജില്ലാതല JC നഴ്സറി കലോത്സവം ഫെബ്രുവരി 2-ന് പൊയിൽക്കാവ് HSSൽ നടക്കും. പരിപാടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി 9995191968 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് JCI കൊയിലാണ്ടി ഭാരവാഹികൾ അറിയിച്ചു. LKG UKG വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും ഈ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ ഇനങ്ങളിലായിട്ട് ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് ആയിട്ട് വിവിധ ഇനങ്ങളിലായി നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ജനുവരി 25 വൈകുന്നേരം 4 മണിക്കുള്ളിൽ ക്ലോസ് ചെയ്യുന്നതാണ്. സോ അതിന് മുമ്പേ തന്നെ എല്ലാവർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. JC നഴ്സറി കലോത്സവത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ജനുവരി 25-ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യാം. പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനവും സർട്ടിഫിക്കറ്റുകളും ചാമ്പ്യന്മാരാകുന്ന സ്കൂളുകൾക്ക് ചാമ്പ്യൻ ട്രോഫിയും നൽകുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ അഖിലസ് കുമാർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കിരൺ കുമാർ, ഡോക്ടർ അഭിലാഷ് BG, സന്തോഷ്, ജസ്ന സൈനുദ്ദീൻ, രജീഷ്, കീർത്തി അഭിലാഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസി സംഘം ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ടൗൺ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവാസി സംഘം ടൗൺ ഏരിയ കമ്മിറ്റി പ്രവാസി കുടുംബ സംഗമം നടത്തി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുതലാളിത്ത രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും ലഭിക്കാത്ത സൗഭാഗ്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ച ആയുർവേദം. ഏരിയ പ്രസിഡന്റ് CV മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നോർക്ക റോഡ് സെന്റർ മാനേജർ C രവീന്ദ്രൻ പ്രവാസി ആനുകൂല്യങ്ങളെക്കുറിച്ച് വിശദീകരണം നടത്തി. ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ, ജില്ലാ പ്രസിഡന്റ് K സജീവ് കുമാർ, CPIM ടൗൺ ഏരിയ കമ്മിറ്റി അംഗം M അനിൽകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഏരിയ സെക്രട്ടറി K സുനിൽകുമാർ സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി സിറാജ് കളത്തിൽ നന്ദിയും പറഞ്ഞു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആസാദ് പള്ളത്ത്, ഷഹർബാനു, റുക്കിയ എന്നിവർ കുടുംബ സംഗമത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോർപ്പറേഷനിൽ 52-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ തുലാമുറ്റം വടക്ക് റോഡ് തുറന്നുകൊടുത്തു. ഉദ്ഘാടനം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC രാജൻ നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 52-ാം ഡിവിഷനിൽ 2023-24 വർഷത്തെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തുലാമുറ്റം വടക്ക് റോഡ് കൗൺസിലർ TK ഷെമീനയുടെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ K ഫാസിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. T റൂമീസ്, C ഷാബു എന്നിവർ സംസാരിച്ചു. PP ബീരാൻ കോയ സ്വാഗതവും കമ്മിറ്റി കൺവീനർ MP അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോഴിക്കാവ് കുന്നിൽ നിന്നും മണ്ണെടുത്ത് കുന്നിനെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്ന് മണ്ണെടുപ്പ് വിരുദ്ധ ജനകീയ സമിതി. മാർക്സിസ്റ്റ് പാർട്ടി ഭീകരവാദ സംഘടനയാണെന്ന് ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകത്തിലൂടെ തെളിയിച്ചുവെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ഒരാൾ സമൂഹത്തിൽ തന്നെ അടയാളപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് കവിത എന്ന് എഴുത്തുകാരൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. രാജ്യത്തെ എല്ലാ തൊഴിൽ നിയമങ്ങളും കുത്തക മുതലാളിമാർക്കു വേണ്ടി മാറ്റിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് SDTU നേതാവ് ഗ്രോ വാസു.
ജൽജീവൻ പദ്ധതി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പദ്ധതിയായി മാറിയെന്ന് മുൻ MLA പാറക്കൽ അബ്ദുള്ള. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.